ഖുശാംദീദ് ബച്ചു, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് നമ്മുടെ ഒരു പുതിയ പാഠഭാഗത്തിൻ്റെ വീഡിയോയാണ് അല്ലേ. 5ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റിലെ 5ാമത്തെ പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിലെ ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. കാണുന്നുണ്ടല്ലോ ഈ ചിത്രം. ഈ ചിത്രത്തിൽ നോക്കൂ, എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഇത് എവിടെയാ? ഗറാണോ? വീടാണോ? അല്ല, ഇതൊരു സ്കൂളിലെ ചിത്രമാണ് അല്ലേ. കാരണം എന്താ? എല്ലാവരും ഒരേപോലെയുള്ള യൂണിഫോം ധരിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് സ്കൂളുമായി ബന്ധപ്പെട്ടതാണ്. ഒപ്പം തന്നെ ഇതെല്ലാം കൂട്ടുകാരാണ് അല്ലേ. അപ്പോൾ ഇതാരായിരിക്കും? ഇതെന്തായാലും ടീച്ചറായിരിക്കും അല്ലേ. അപ്പോൾ കുട്ടികളും ടീച്ചറുമൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ കുട്ടിയെ കാണുന്നുണ്ടല്ലോ. ഈ കുട്ടി മറ്റുള്ള കുട്ടികളെ അപേക്ഷിച്ച് അല്ലേ വ്യത്യസ്തമാണ്. എന്താ കാരണം? അവർ വീൽ ചെയറിലാണ് ഇരിക്കുന്നത് അല്ലേ. എന്ന് വെച്ചാൽ എന്തായിരിക്കും ചിലപ്പോൾ കാരണം? അവരൊരു പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടിയാണ്. കാരണം നമ്മളെപ്പോലെ ഓടാനോ ചാടാനോ കഴിവില്ലാത്ത അല്ലെങ്കിൽ സാധിക്കാത്ത ഒരു കുട്ടിയായിരിക്കും ഇത് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ നമ്മുടെ സ്കൂളിലും ഉണ്ടാവും ഇല്ലേ? ഉണ്ടാവും അല്ലേ, നമ്മുടെ ക്ലാസ്സിലുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള കുട്ടികളെ ചേർത്ത് പിടിക്കണം കേട്ടോ. എങ്ങനെയാണ് ചേർത്ത് പിടിക്കുക? അവർക്ക് വേണ്ട ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ഉദാഹരണത്തിന് നമ്മൾ അവർക്ക് ടോയ്ലറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോവാം. അതല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാം. അവരുടെ ആ ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊന്ന് വേണമെന്നുണ്ടെങ്കിൽ കഴുകി കൊടുക്കാം. അതുപോലെ തന്നെ അവരോട് കളിക്കാൻ ചിലപ്പോൾ നമ്മളെപ്പോലെ ഓടിച്ചാടി കളിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് പറ്റുന്ന തരത്തിലുള്ള കളികളിൽ നമുക്ക് എന്ത് ചെയ്യാം? അവരെയും കൂടെ ചേർത്ത് കളിക്കാം. അപ്പോൾ അവർക്ക് അതൊരു സന്തോഷമായിരിക്കും അല്ലേ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ അവരോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുക, സംസാരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്കും ഒരുപാട് സന്തോഷം ഉണ്ടാവും. നമ്മളെന്തായാലും സ്കൂളിൽ ഓടിച്ചാടി കളിക്കുന്ന സമയത്ത് ഒരുപാട് സന്തോഷം ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്കും സന്തോഷം വേണ്ടേ. അപ്പോൾ നമ്മൾ അവരെ ചേർത്ത് പിടിച്ചാൽ മാത്രമാണ് അവർക്ക് ആ ഒരു സന്തോഷം ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ചിത്രവായന കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പാഠഭാഗം നോക്കാം. ഇതാണ് അല്ലേ. തുടങ്ങുകയാണ്. നോക്കൂ. सबक 5 ടീച്ചർ കൽ സ്കൂൾ മേ കേൽക്കൂത് കാ ദിൻ ഹേ നാ. എന്താ പറയുന്നത്? ടീച്ചർ നാളെ സ്കൂളിൽ കേൽക്കൂത് കാ ദിൻ ഹേ നാ. എന്താ കേൽക്കൂത്? കേൽക്കൂത് എന്ന് പറഞ്ഞാൽ സ്പോർട്സ് ഡേ അല്ലേ. ബച്ചോ ആപ് സബ് ഇസ്മേ ജരൂർ ഹിസ്സ ലേ. അതേ കുട്ടികളെ, നിങ്ങളെല്ലാവരും അതിൽ തീർച്ചയായും പങ്കെടുക്കണം. ടീച്ചർ സാനിയ ഖേൽ കെ ബാരെ മേ എക് ഗീത് സുനായേഗി. അപ്പോൾ ഒരു കുട്ടി പറയാണ്, ടീച്ചർ സാനിയ കളിയെക്കുറിച്ചുള്ള ഒരു പാട്ട് പാടും. ഷബാഷ് സാനിയ, ഹം സബ് യേ ഗീത് മിൽക്കർ ഗായേങ്കി അല്ലേ. ഷബാഷ് സാനിയ, നമുക്കെല്ലാവർക്കും കൂടെ ഈ പാട്ട് ഒരുമിച്ച് പാടാം. അപ്പോൾ നമ്മൾ കളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാട്ടാണ്, ഒരു ഗീതാണ് ഇന്നത്തെ പാഠത്തിൽ പഠിക്കുന്നത്. അപ്പോൾ ഒരുപാട് പലതരത്തിലുള്ള കളികൾ നമ്മൾ കളിക്കാറുണ്ട് അല്ലേ. ഇവിടെ നോക്കൂ. ഇവിടെ കുറേ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേത് കളിയാണ്? ഇതെന്ത് കളിയാണ്? നിങ്ങൾക്ക് കാണുമ്പോൾ അറിയണ്ടല്ലോ ഏതാ കളി. ഇവിടെ ബാസ്ക്കറ്റ് ബോൾ ഉണ്ട് അല്ലേ. ബാസ്ക്കറ്റ് ബോൾ ഉണ്ട്, ക്രിക്കറ്റ് ഉണ്ട്. പിന്നെ നോക്കൂ, ഇവിടെ എന്ത് കളിയാണ് കളിക്കുന്നത്? ഇവിടെ ഒളിഞ്ഞു കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഓരോ നിർദ്ദേശത്തിനനുസരിച്ച് ഓരോ കോളത്തിൽ ചാടി കളിക്കുന്നതാണ് അല്ലേ. നമ്മുടെ നാട്ടിൽ നൊണ്ടിക്കളി വേറെ കളിക്കാറുണ്ട്. നമ്മൾ നൊണ്ടിക്കളിക്കില്ലേ, ചില്ലിട്ട് കളിക്കുന്ന ചില്ലേറ് കളിയുണ്ട്, നൊണ്ടിക്കളിയുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും കുറേ കളികളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്രിക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഷട്ടില്, ഫുട്ബോള്, അതുപോലെ തന്നെ ഇതെന്താ കളി? ഈ കളി കളിച്ചിട്ടുണ്ടോ? ഇതിനെ കുട്ടിയും കോലും എന്നാണ് പറയുക. ഒരു ചെറിയ കുഴി ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു വലിയ കമ്പ് കൊണ്ട് അതിനെ തോണ്ടി എറിയുന്ന ഒരു കളി. അപ്പം അങ്ങനെ പല തരത്തിലുള്ള കളികളുണ്ട് അല്ലേ. എല്ലാവർക്കും കളി ഇഷ്ടമല്ലേ? എല്ലാവർക്കും കളി ഇഷ്ടമാണ് അല്ലേ. കളിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കവിതകളും മലയാളത്തിലുമൊക്കെ ഉണ്ട് ഇല്ലേ. അപ്പോൾ നമ്മൾ ഉറുദുവിൽ ഇന്ന്
നമ്മുടെ കളിയുമായി ബന്ധപ്പെട്ട ഒരു കവിത അല്ലെങ്കിൽ കവിതയല്ല, ഒരു പാട്ടാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. നോക്കൂ, എന്താണ് പേര്? ആവോ മിൽക്കർ ഖേലേ. ആവോ മിൽക്കർ ഖേലേ. വരൂ ഒരുമിച്ച് കളിക്കാം. നോക്കൂ, ആവോ ബച്ചോ മിൽക്കർ ഖേലേ, ആँख मचोली मिलकर खेले, क्रिकेट खेले, फुटबॉल खेले, हंसी खुशी से मिलकर खेले, हॉकी खेले, कबड्डी खेले, उछलें कूदें जोश से खेले. പിന്നെ चुप्पा चुप्पी चुपकर खेले, अंदर बाहर होश से खेले, आवो बच्चों मिलकर खेले, ആപ്പസ് മേഹം മിൽക്കർ ഖേലെ. അപ്പോൾ കളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കളികളുടെ പേരൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പാട്ടാണിത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിതിൽ അർത്ഥം കൂടെ ഒന്ന് നോക്കാം. നോക്കൂ, ആവോ ബച്ചോ മിൽക്കർ ഖേലെ. എന്താ പറയുന്നത്? വരൂ കുട്ടികളെ ഒരുമിച്ച് കളിക്കാം. ആँख മച്ചോലി മിൽക്കർ ഖേലെ. ആँख മച്ചോലി അതെന്ത് കളിയാണ്? ആँख മച്ചോലി നിങ്ങൾ കളിച്ചിട്ടുണ്ടാവും. ഞാൻ പേര് പറയുന്നില്ല, എങ്ങനെ കളിക്കേണ്ട രീതി പറയാം. ഒരു കുട്ടി നിൽക്കുന്നു, ആ കുട്ടിയുടെ കണ്ണിൽ ഒരു കറുത്ത തുണി കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തുണി കൊണ്ടോ ഇങ്ങനെ കെട്ടുന്നു. എന്നിട്ട് ആ കുട്ടിയെ വേണമെന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് കറക്കി വിടും. അതിനുശേഷം ആ കുട്ടി എന്ത് ചെയ്യും? മറ്റുള്ള കുട്ടികളെ തൊടാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഈ ചുറ്റുമുള്ള കുട്ടികൾ ഈ കുട്ടീനെ ചിലപ്പോൾ കയ്യിലും കാലിലൊക്കെ തൊട്ടിട്ട് ഓടുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പം ഇനി ഈ കണ്ണ് കെട്ടിയ കുട്ടി ആരെയാണോ തൊടുന്നത് അവരായിരിക്കും അതുപോലെ ഇനി കണ്ണ് കെട്ടേണ്ടത്. അങ്ങനെ കളി തുടർന്നു പോകും. അപ്പോൾ എന്താണ് ആ കളിയുടെ പേര്? കണ്ണ് കെട്ടിക്കളി അല്ലേ? ആ കണ്ണ് കെട്ടിക്കളിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആँख മച്ചോലി. ആँख മച്ചോലി മിൽക്കർ ഖേലെ. ആँख മച്ചോലി ഒരുമിച്ച് കളിക്കാം. പിന്നെയോ ക്രിക്കറ്റ് ഖേലെ, ഫുട്ബോൾ ഖേലെ. ക്രിക്കറ്റ് കളിക്കാം, ഫുട്ബോൾ കളിക്കാം. ഹസി ഖുഷി സേ മിൽക്കർ ഖേലെ. ചിരിച്ച് സന്തോഷത്തോടുകൂടെ ഒരുമിച്ച് കളിക്കാം. ഹോക്കി ഖേലെ, കബഡി ഖേലെ. ഹോക്കി കളിക്കാം, കബഡി കളിക്കാം. ഉച്ഛലേം കൂതേം ജോഷ് സെ ഖേലെ. ഹോക്കി കളിക്കാം, കബഡി കളിക്കാം. ഉച്ഛലേം കൂതേം ജോഷ് സെ ഖേലെ എന്ന് വെച്ചാൽ തുള്ളിച്ചാടിക്കൊണ്ട് ആവേശത്തോടെ കളിക്കാം. ചുപ്പാ ചുപ്പി ചുപ്കർ ഖേലെ. നമുക്ക് എന്ത് ചെയ്യാം? പൊത്തിക്കളി കളിക്കാം. നമ്മൾ പൊത്തിക്കളി അല്ലേ? ഇതാണ് ഇവിടെ കളിക്കുന്നത്, കണ്ടില്ലേ? ഇതാണ് പൊത്തിക്കളി. പൊത്തിക്കളീനെ പറയുന്നത് ചുപ്പാ ചുപ്പി എന്നാണ്. ചുപ്പാ ചുപ്പി നമുക്ക് ഒളിഞ്ഞൊക്കെ കളിക്കാം. അന്തർ ബാഹർ ഹോഷ് സെ ഖേലെ. അകത്തും പുറത്തും സമർത്ഥമായി തന്നെ കളിക്കാം. നമുക്കറിയാലോ, കളിക്കുമ്പോൾ ഒരു പ്രത്യേക സാമർഥ്യമായിരിക്കും അല്ലേ? വളരെ സമർത്ഥമായി, വളരെ മികവുറ്റ രീതിയിലായിരിക്കും നമ്മൾ കളിക്കുക. പിന്നെ അടുത്ത വരി എന്താ? ആവോ ബച്ചോ മിൽക്കർ ഖേലെ, ആപ്പസ് മേഹം മിൽക്കർ ഖേലെ. വരൂ കുട്ടികളെ ഒരുമിച്ച് കളിക്കാം, പരസ്പരം നമുക്ക് ഒരുമിച്ച് കളിക്കാം. അപ്പോൾ കളിക്കുന്ന സമയത്തൊക്കെ പാടാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു പാട്ടാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ ഒരുപാട് കളികളുടെ പേരും പറയുന്നുണ്ട് അല്ലേ? ഏതൊക്കെ കളികളുടെ പേര് പറഞ്ഞു? ക്രിക്കറ്റ്, ഫുട്ബോൾ, അതുപോലെ തന്നെ ഹോക്കി, കബഡി, ചുപ്പാ ചുപ്പി അല്ലേ, ആँख മച്ചോലി, അങ്ങനെ ഒരുപാട് കളികൾ ഇതിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പാട്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യാം? കളിക്കുന്ന സമയത്ത് ഈ ഉറുദു പാട്ടൊക്കെ ഒന്ന് പാടി നോക്കാനും മൂളി നോക്കാനും ഒക്കെ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഖുദാ ഹാഫിസ്.